തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിന്നും കുട്ടിയെ കാണാതായി. 14 വയസ്സുള്ള ഉമർ നിധാനെയാണ് കാണാതായത്. ഇന്ന് രാവിലെ 9 മണിക്ക് പള്ളിക്കൽ നിന്നുമാണ് കാണാതായത്. അരുൺ സോളമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, കാണാതായ ഒരു 13-കാരി നാട്ടിൽ തിരിച്ചെത്തിയ ദിവസമാണ്. ഈ ആറ്റിങ്ങലിൽ നിന്ന് കാണാതായ 14-കാരനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? 9 മണിയോടുകൂടിയാണ് ഈ ഉമർ നിധാൻ വീട്ടിൽ നിന്നും ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നത്. തൊട്ടടുത്തുള്ള ട്യൂഷൻ സെന്ററിലേക്കാണ് പോയതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 9 മണിയോടുകൂടി തന്നെ പള്ളിക്കലിന് തൊട്ടടുത്താണ് ഈ കുട്ടി പഠിക്കുന്നത്. ഇന്ന് അവധി ദിനമായതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ട്യൂഷൻ സെന്റർ ആയിട്ടുള്ള അവിടെ ഇപ്പോൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി ആണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും കുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്നത് വെറും 100 രൂപയാണ്. ഈ 100 രൂപ വെച്ചിട്ടാണ് കുട്ടി പള്ളിക്കലിലേക്ക് യാത്ര ചെയ്തത്. ട്യൂഷൻ സെന്ററിലേക്ക് എത്തി എന്നായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കൾ കരുതിയത്. പക്ഷേ കുട്ടി അവിടെ എത്തിയിരുന്നില്ല. തുടർന്ന് 9:45 തന്നെ കുട്ടി ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലേക്ക് യാത്ര ചെയ്തു. അവിടെ നിന്ന് ഹബീബി എന്ന് പറയുന്ന ബസ്സിലാണ് യാത്ര ചെയ്തു എന്നടക്കമുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായിരിക്കുന്നു ഇനിയുള്ള മണിക്കൂറുകൾ. കാരണം ഈ ഒരു ദിവസം ആറ്റിങ്ങൽ പോലീസും അതുപോലെ തന്നെ പള്ളിക്കൽ CI അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉമർ നിധാനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും കുട്ടിയെ ലഭിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു 8-9 മണിക്കൂറുകൾ അല്ലെങ്കിൽ 10-12 മണിക്കൂറുകളിലേക്ക് ഇനി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും ഏറ്റവും ഒടുവിൽ പോലീസിനെ വിളിക്കുമ്പോഴും അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു വിവരം ഒരിടത്തു നിന്നും കിട്ടിയില്ല. കാരണം ബസ്സിലുണ്ടായിരുന്ന CCTV വിഷ്വൽസ് അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെ CCTV വിഷ്വൽ അടക്കമുള്ള എല്ലാം പരിശോധിച്ചു. പക്ഷേ ഉമർ നിധാനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനമായിട്ട് കുട്ടി ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഹബീബി എന്ന് പറയുന്ന ബസ്സിൽ സഞ്ചരിച്ച് ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. പക്ഷേ കൈവശം ഉണ്ടായിരുന്നത് 100 രൂപയാണ്. ഈ 100 രൂപ വെച്ച് എത്ര നേരം മുന്നോട്ട് പോകാൻ പറ്റും? ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. നമുക്കറിയാം ഈ കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13 വയസ്സുള്ള പെൺകുട്ടി യാത്ര ചെയ്തപ്പോഴും 50 രൂപയാണ് കൈവശമുണ്ടായിരുന്നത്. ഈ 50 രൂപ കൊണ്ട് 1600 കിലോമീറ്ററുകൾ ആ പെൺകുട്ടി കടന്നുപോയി എന്നുള്ളത് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ നിമിഷങ്ങളിൽ ACP അടക്കമുള്ളവർ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഇത്രയും കരുത്തുള്ള പെൺകുട്ടിയാണ്. പക്ഷേ ഇവിടെ 100 രൂപ കൈവച്ചുകൊണ്ട് ഉമർ നിധാൻ ഏതറ്റം വരെ സഞ്ചരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുകൊണ്ട് കുട്ടിക്ക് എന്ത് സംഭവിച്ചു, എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ, ഇതൊന്നും തന്നെ ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പോലീസ് ശക്തമായിട്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ആറ്റിങ്ങൽ DYSP അതുപോലെ തന്നെ പള്ളിക്കൽ CI അടക്കമുള്ളവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ രക്ഷകർത്താക്കൾ, ബന്ധുക്കൾ എല്ലാവരും വളരെ ആശങ്കയോടുകൂടിയാണ് ഇരിക്കുന്നത്. കാരണം കുട്ടിയെ സംബന്ധിച്ച് ഏതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ മണിക്കൂറുകൾ എന്തായാലും വളരെ നിർണായകമാണ്. ഇനി അങ്ങോട്ട് ഈ രാത്രിയിൽ എന്തെങ്കിലും വിവരം ലഭിക്കുമോ? പോലീസ് എന്തായാലും കടുത്ത ഒരു തിരച്ചിൽ നടത്തുന്നുണ്ട്, കടുത്ത പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇതിലെല്ലാം എവിടെയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിയുമോ? മറ്റ് ക്രിമിനൽ സംഘങ്ങളെ എല്ലാം അടക്കമുള്ള വിവരങ്ങൾ നോക്കി ഈ കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയതാണോ എന്നടക്കമുള്ള നോക്കുന്നുണ്ട്. തൊട്ടടുത്ത് ആറ്റിങ്ങൽ എന്ന് പറയുമ്പോൾ തന്നെ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഗുണ്ടകളുടെ അല്ലെങ്കിൽ കുട്ടികളെ പിടിച്ചുകൊണ്ടു പോകുന്ന സംഘങ്ങളൊക്കെ അടക്കമുള്ളവരെ ലിസ്റ്റ് എടുത്ത് വെച്ച് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ ലിസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇവരുടെ അടുത്തൊന്നും കുട്ടി എത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കുട്ടി ഇനി ആറ്റിങ്ങിൽ നിന്നും മറ്റ് ബസ്സിലോ അല്ലെങ്കിൽ ഓട്ടോയിലോ കയറി പോയിട്ടുണ്ടോ എന്നുള്ള ഒരു വിവരം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇനി ഈ മുന്നോട്ടുള്ള ഒരു അന്വേഷണം എങ്ങനെയായിരിക്കും? CCTV വിഷ്വലുകൾ ഒക്കെ നിർണായകമാണ്. ആ വിഷ്വലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഉമർ നിധാനായിട്ടുള്ള ഉമറിൻ്റെ തിരച്ചിൽ എന്തായാലും പോലീസ് ശക്തമായിരിക്കുന്നു. എന്തായാലും ഒരു കുട്ടി തിരുവനന്തപുരത്തേക്ക് തിരികെ എത്തുമ്പോൾ 13 വയസ്സുള്ള പെൺകുട്ടി ഒരാഴ്ചയ്ക്ക് ശേഷം 6 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു വിശാഖപട്ടണത്ത് നിന്ന്. അതേസമയം ഇന്ന് പുലർച്ചെ ആറ്റിങ്ങൽ പള്ളിക്കൽ നിന്നും ഉമർ നിധാനെ കാണാതായിരിക്കുന്നു. അങ്ങനെയുള്ള വിഷമകരമായ ഒരു വാർത്ത കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവെക്കുകയാണ്. എന്തായാലും ഉമറിൻ്റെ ചിത്രം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്തായാലും എത്രയും വേഗം ഈ 13 വയസ്സുള്ള പെൺകുട്ടിയെ കണ്ടെത്തിയതുപോലെ ഉമർ നിധാനെയും കണ്ടെത്താം. അല്ലെങ്കിൽ നാളെ പുലർച്ചെ എത്തുമ്പോൾ തന്നെ അതിന് മുന്നോടിയായിട്ട് തന്നെ ഉമറിനെ കണ്ടെത്തുന്ന ഒരു സന്തോഷകരമായ വാർത്ത നമുക്ക് പങ്കുവെക്കാൻ കഴിയുമെന്ന് തന്നെ വിശ്വസിക്കാം. ഈ അരുൺ, ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ കുട്ടി എവിടേക്ക് പോകുന്നു എന്നുള്ളത് അവിടെ നിന്ന് ശേഖരിച്ച CCTV ദൃശ്യങ്ങളിലൊന്നും വ്യക്തമല്ല അല്ലേ? അല്ല, അതാണ് പറഞ്ഞത്. ശരിക്കും ഹബീബി എന്ന് പറയുന്ന ബസ്സിലായിരുന്നു ഈ കുട്ടി സഞ്ചരിച്ചത്. എന്തായാലും കയ്യിൽ 100 രൂപ ഉണ്ടായിരുന്നു. ബസ്സിൽ എന്തായാലും ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവണം കയ്യിൽ. അപ്പോൾ ബാക്കിയുള്ള പൈസ വെച്ചിട്ടായിരിക്കും മുന്നോട്ടുള്ള യാത്ര നടത്തിയിട്ടുണ്ടാവുക. ഹബീബി ബസ്സിലെ ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് കുട്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇതിനുശേഷം ഒരു വിവരവും ലഭിച്ചിട്ടില്ല. എല്ലാ CCTV ദൃശ്യങ്ങളും പോലീസും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ ഈ മണിക്കൂറുകളിൽ പരിശോധിച്ചിരിക്കുന്നു. എന്നാൽ ഈ CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ കുട്ടിയുടെ ദൃശ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്തുള്ള ഒരു അന്വേഷണം എന്ന് പറയുന്നത് കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ, ആരെങ്കിലും
കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുന്ന സംഘങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അടക്കമുള്ള വിവരങ്ങളാണ് നമുക്ക് ഡിവൈഎസ്പിയുടെയും അതുപോലെ തന്നെ SIയുടെയും പക്കൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഉമറിനുള്ള അന്വേഷണം പോലീസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. തിരച്ചിൽ ഊർജിതമായിട്ടുണ്ട് എന്നുള്ളത് തന്നെ. അത്തരത്തിലൊരു ഊർജിതമായിരിക്കുമ്പോഴും എവിടെയാണ് ഈ ഒരു രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ ഉമറിനെ ഇപ്പോൾ ഈ ഒരു 10-11 മണി അടുപ്പിച്ചിട്ടും വീടെത്തിയിട്ടില്ല ആ കുട്ടി. അതുകൊണ്ട് തന്നെ വളരെ ആശങ്കയോടും കണ്ണീരോടും കൂടി അന്വേഷണം നടക്കട്ടെ, കുട്ടിയെ എത്രയും വേഗം കിട്ടട്ടെ.